വാർത്തകൾ വിശദമായി. നെൽവയലുകൾ അനധികൃതമായി മണ്ണിട്ട് നികത്തിയിട്ടുള്ള ഇടങ്ങളിൽ നിന്നും ഇട്ടമണ്ണ് മാറ്റാനുള്ള നടപടി സർക്കാർ ഉടൻ ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ചെങ്ങന്നൂർ ആല സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെൽവയൽ തണ്ണീർത്തട നിയമം സെക്ഷൻ 13 പ്രകാരം സർക്കാർ ഉത്തരവില്ലാതെ അനധികൃതമായി മണ്ണിട്ട് നികത്തിയ എല്ലായിടത്തും മണ്ണ് തിരിച്ചെടുത്ത് പൂർവാധികം ശക്തമായി അവിടെ കൃഷി നടത്താനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞു. ഇതിനായി കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച റിവോൾവിംഗ് ഫണ്ടായ 2 കോടി രൂപ ജില്ലാ കളക്ടർമാർക്ക് അടുത്തു തന്നെ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. അനധികൃതമായി നെൽവയലുകൾ മണ്ണിട്ട് നികത്തുന്ന തെറ്റായൊരു പ്രവണത പലയിടങ്ങളിലും കാണുകയും അങ്ങനെ നെൽവയൽ നികത്താൻ തീരുമാനിച്ച് അതവിടെ കടന്ന് കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ പഴയ കഥയൊക്കെ മറന്ന് എന്തും ചെയ്യാൻ പറ്റും എന്ന ധാരണയോടുകൂടി ചിലയിടങ്ങളിലെങ്കിലും ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ അധ്യക്ഷനായി ഈ വേദിയെ സാക്ഷി നിർത്തി പറയുന്നു. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ സെക്ഷൻ 13 പ്രകാരം അനധികൃതമായി സർക്കാരിൻ്റെ ഉത്തരവില്ലാതെ മണ്ണിട്ട് നികത്തിയ മുഴുവൻ സ്ഥലങ്ങളിലെയും മണ്ണ് തിരിച്ചെടുത്ത് പൂർവാധിക ശക്തിയോടെ അവിടെ കൃഷി നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. ആ പ്രവർത്തനത്തിനൊരു റിവോൾവിംഗ് ഫണ്ട് എന്ന നിലയിൽ 2 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഭാഗമായി അനുവദിച്ച് ഇപ്പോൾ ജില്ലാ കളക്ടർമാർക്ക് ഞങ്ങളത് വിതരണം ചെയ്യുകയാണ്. മണ്ണ് തിരിച്ചെടുക്കുന്നതിന് മുമ്പ് അങ്ങനെ അനധികൃതമായി മണ്ണിട്ട ഭൂമിയുടെ ഉടമസ്ഥന് ഒരു സമൻസ് അയക്കും. സമൻസ് പ്രകാരം അയാൾ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ മണ്ണിട്ടു മാറ്റാനുള്ള ചെലവ് ഗവൺമെൻറ് വഹിച്ചുകൊണ്ട് ആ മണ്ണെടുത്തു മാറ്റി ആ ചെലവ് ആരാണോ ഭൂമിയുടെ ഉടമസ്ഥൻ അയാളുടെ കയ്യിൽ നിന്ന് റവന്യൂ റിക്കവറിയായി പിരിച്ചെടുക്കാവുന്ന വിധത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചത്. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം, ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR മുരളീധരൻ പിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം ഹേമലത മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അലീന വേണു, ഷേർലി സാജൻ, രാധാമണി, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാന്നാർ കുരുട്ടിക്കാട് KRC വായനശാലയുടെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ കുരുട്ടിക്കാട് തറയിൽ കിഴക്കിയതിൽ ഓമനാമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നടന്നു. മന്ത്രി സജി ചെറിയാൻ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഓമനയമ്മയ്ക്കും കുടുംബത്തിനും വീടനുവദിച്ചെങ്കിലും ലഭിച്ച തുകയിൽ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രോഗിയായ ഓമനയമ്മയുടെയും കുടുംബത്തിന്റെയും സാഹചര്യം മനസ്സിലാക്കി KRC വായനശാല പ്രവർത്തകർ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു. വായനശാലയുടേത് മാതൃകാ പ്രവർത്തനമാണെന്ന് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. നമ്മൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ വലിയ ബംഗ്ലാവിൽ കഴിയുമ്പോൾ ചെറിയ സാധാരണ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു വീടില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടുപ്രദേശത്ത് അവരെ കണ്ടെത്തി നാട്ടിലെ ജനങ്ങളുടെ സഹായത്തിന് മുൻകൈയോടുകൂടി KRC വായനശാല നടത്തിയ ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനമാണ്. അത് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ദിവസം അഭിനന്ദിക്കുക. എല്ലാ വർഷവും ഓരോ വീട് വെച്ചു കൊടുക്കും. എല്ലാ വർഷവും ഒരു പ്രശ്നമില്ല. അബ്ദുൽ ലത്തീഫിനെ നല്ല മനുഷ്യർക്കുള്ളതാണ് വാശി പിടിച്ച് നമ്മളത് മുങ്ങിയെടുത്ത നടക്കത്തില്ലെന്ന് വിചാരിക്കേണ്ട, നടക്കും എന്ന് വിചാരിച്ചാൽ എല്ലാം നടക്കും. നമ്മൾ ഉത്സവങ്ങൾക്ക് എത്ര കോടി രൂപ മുടക്കുന്നത്, പള്ളിപ്പെരുന്നാൾ എത്ര കോടിയാണ് മുടക്കുന്നത്, നമ്മുടെ മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ എത്ര കോടിയാണ് മുടക്കുന്നത്, നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് എത്ര കോടിയാണ് മുടക്കുന്നത്, നമ്മുടെ വീട്ടിൽ മരിച്ചാൽ എന്തായിരിക്കാം മരിച്ച ആളുടെ സ്ഥിതി. ഇതൊരു ബുദ്ധിമുട്ടിയവർ പോകുന്ന ഈ ലോകത്ത് ഇതുമാത്രം പാട്ടും. യോഗത്തിൽ വായനശാല പ്രസിഡന്റ് സലീം പടിപ്പുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. ഓണക്കിറ്റ് വിതരണം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസും SSLC +2 മെറിറ്റ് അവാർഡ് ദാനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരിയും നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം G കൃഷ്ണകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BK പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ്, VR ശിവപ്രസാദ്, വത്സല ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സുജാത മനോഹരൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, സാമൂഹ്യ സുരക്ഷ എന്നീ മേഖലകളിൽ കേരളം ഇന്ത്യക്കാകെ മാതൃകയാണെങ്കിലും
പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിലവാരം മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് ഫ്രാൻസിസ് ജോർജ് MP. ആധുനിക കാലത്ത് വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനം ഒരുക്കാൻ നാം കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചങ്ങനാശ്ശേരി AKM പബ്ലിക് സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുകയും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് കേരളത്തിൽ വിദ്യാഭ്യാസ, ആരോഗ്യ ഈ 2 മേഖലകൾ. ഈ 2 മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണിത്. സാമൂഹ്യ സുരക്ഷാ പരിപാടികൾ, വിദ്യാഭ്യാസ രംഗം, അതുപോലെ തന്നെ ആരോഗ്യ പരിപാലന രംഗം. ഈ 3 കാര്യത്തിലും കേരളം ഇന്ത്യക്ക് ആകെ മാതൃകയാണ്. ശരിയാണ്, നമുക്ക് പൊതുവിൽ നോക്കുമ്പോൾ ഈ എൻറോൾമെൻ്റ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചേരുന്നതും കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറവുള്ളതുമൊക്കെ കേരളത്തിൽ തന്നെയാണ് ഒരു അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ. പക്ഷെ എന്നാൽ നമ്മൾ നിലവാരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ഘട്ടം, ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയെന്നല്ല, നമ്മളത് വളരെ പിന്നിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ അറിവിൻ്റെ യുഗത്തിൽ നിൽക്കുമ്പോൾ, 21ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഏറ്റവും മികച്ച പരിശീലനമാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ ഒരുക്കേണ്ടത്. അത് ഏറ്റവും താഴെ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. സമ്മേളനത്തിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലില്ലി റോസ് കരോട്ട് വേമ്പേനിക്കൽ അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ലോഗോപ്രകാശനം നിർവഹിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭ ഉപാധ്യക്ഷൻ മാത്യൂസ് ജോർജ്, കൗൺസിലർ KR പ്രകാശ്, PTA പ്രസിഡന്റ് സാജൻ ജോയ്, പ്രിൻസിപ്പൽ സിസ്റ്റർ സാങ്ക്ട മരിയ തുരുത്തിമറ്റത്തിൽ, ലോക്കൽ മാനേജർ സിസ്റ്റർ ലിസ്മരിയ വാഴേക്കളം, സ്റ്റാഫ് സെക്രട്ടറി സോളി മാത്യു എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ ഹൃദയത്തിൽ അഗാധ തലത്തിൽ സ്ഥാനം പിടിച്ച അതുല്യനായ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് മുൻ മന്ത്രി G. സുധാകരൻ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവർക്കും പ്രിയങ്കരനായിരുന്നു യെച്ചൂരിയെന്നും സുധാകരൻ അനുസ്മരിച്ചു. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ സ്ഥാനം പിടിച്ച അതുല്യനായ പ്രതിഭാശാലിയായ നേതാവിനെയാണ്, ജനറൽ സെക്രട്ടറിയാണ് നാടിന് നഷ്ടമായിരിക്കുന്നത്. എല്ലാ പാർട്ടികളിലും പെട്ടവർക്ക് അദ്ദേഹം പ്രിയങ്കരനായിരുന്നു. കാരണം അദ്ദേഹം എല്ലാവർക്കും പ്രാപ്യനായിരുന്നു. മാർക്സിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിന്നാൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാതെ ഇടതുപക്ഷ വലതുപക്ഷ വ്യതിയാനങ്ങൾക്കൊന്നും വ്യക്തിപരമായ അദ്ദേഹം നയിച്ച പാർട്ടിയോ വശമതരാകാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഉയർത്തി നിർത്താൻ വളരെയധികം പ്രയാസങ്ങൾ നേരിട്ട ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ കഴിഞ്ഞു. സുന്ദരയ്യ, ബസവനയ്യ, BTR, P. രാമമൂർത്തി, ജോലിബാസു, പ്രമോദാസ് ഗുപ്ത, AKG, EMS തുടങ്ങിയ ആദ്യകാല സമുന്നത നേതാക്കന്മാരെ തുടർന്ന് അതേ ഗരിമയോട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന CPM-നെ നയിക്കാൻ കഴിയുന്ന നേതാവാണ് സീതാറാം യെച്ചൂരി. പ്രിയങ്കരനായ സീതാറാം യെച്ചൂരിയുടെ അഭാവം, അദ്ദേഹത്തിൻ്റെ വിയോഗം അത് നികത്താനാവാത്തതാണെങ്കിലും പാർട്ടി അതിൻ്റെ സംവിധാനം ഉപയോഗിച്ച് അതിനെ മറികടക്കി മുന്നോട്ട് പോകും എന്ന ഉത്തമവിശ്വാസത്തോടെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുക. കമ്മ്യൂണിസത്തെ ഇന്ത്യയിലെ ആധാരശിലയാക്കി മാറ്റാൻ യെച്ചൂരി നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്നും പകരം വയ്ക്കാനില്ലാത്ത നേതാവായിരുന്നു അദ്ദേഹമെന്നും G. സുധാകരൻ പറഞ്ഞു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയത്. 14-ന് ദില്ലി AKG ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം എയിംസ് മെഡിക്കൽ കോളേജിന് പഠനത്തിനായി വിട്ടു നൽകും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ KSRTC-യിൽ സീറോ വേസ്റ്റ് ജനകീയ ക്യാമ്പയിന് തുടക്കമാകുന്നു. ബസ് സ്റ്റാൻഡ് മാലിന്യമുക്തമാക്കുക, ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക എന്നിവ ഉൾപ്പെടെ 4 ഘട്ടങ്ങളായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്തും മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചും ആലപ്പുഴ KSRTC മാതൃകയാവുകയാണ്. ബസ് സ്റ്റാൻഡ് മാലിന്യമുക്തമാക്കുക, ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക എന്നിവ ഉൾപ്പെടെ 4 ഘട്ടങ്ങളിലായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 2-ന് മെഗാ ക്ലീനിംഗ് നടത്തും. ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി വിവര വിജ്ഞാന കേന്ദ്രം,
ബസ്സുകളിൽ ബിന്നുകൾ സ്ഥാപിക്കൽ, ബോധവൽക്കരണ യാത്ര, വിജിലൻസ് സ്ക്വാഡ് എന്നിവയും നടപ്പിലാക്കും. കർമ്മപരിപാടിയുടെ കരട് രേഖ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിതയ്ക്ക് നൽകി H. സലാം MLA പ്രകാശനം ചെയ്തു. നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നത്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില ഇൻസിഡന്റ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ പൊതുവായി കാണുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ എറണാകുളത്തെ മാലിന്യ പ്രശ്നം കേരളത്തിലെ വലിയ മാലിന്യ പ്രശ്നമായിട്ട് വന്നത് മറ്റേ സ്ഥലത്ത് കുന്നുകൂട്ടിയിട്ട ബ്രഹ്മപുരം അതാണ്. അപ്പോൾ ഒരു മീഡിയ അറ്റൻഷൻ വരും, അതിൻ്റെ വാർത്ത വിശകലനം, ദിവസങ്ങൾ ചർച്ച, ഇതിങ്ങനെ ഇറങ്ങി പരിശോധിക്കും. ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഒരു വലിയ ഒരു ഡ്രൈവ് പോലെ തന്നെ നടത്തി അവിടുത്തെ കോർപ്പറേഷനെ കൂടി മുൻനിർത്തി ഇപ്പം വളരെ പോസിറ്റീവായി അവിടെ മാറി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. സ്റ്റേറ്റ് കോർഡിനേറ്റർ SS സരിൻ, കൗൺസിലർ MG സതീദേവി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KE വിനോദ് കുമാർ, നവകേരളം ക്യാമ്പയിൻ കോർഡിനേറ്റർ KS രാജേഷ്, ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തലവടി BRCയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച ചക്കുളത്തുകാവ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജ് ഉദ്ഘാടനം ചെയ്തു. സമ്പൽസമൃദ്ധമായ ഒരു ദിനമായിരുന്നു. ആ ദിനത്തെ നമ്മൾ വീണ്ടും ഓർക്കുവാനും ആ സമ്പൽസമൃദ്ധിയിലേക്ക്, ആ സ്വപ്നത്തിലേക്ക് എടുക്കുവാനും കേരളീയരായ നമ്മളെല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം. നമുക്കറിയാം, മാവേലി നാട് വാഴുന്ന കാലത്ത് ആപത്തനക്കങ്ങളൊന്നുമില്ലായിരുന്നു. കള്ളവും ചതിയൊന്നുമില്ലാത്ത ആ നല്ല നാട്, ആ പ്രതീക്ഷ നമ്മിലേക്ക് ഉണർത്തുന്നതായ ആ നല്ല ദിനത്തിൽ BRC നമ്മളോടൊപ്പം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഓണം ആഘോഷിക്കുന്നതിൽ താല്പര്യം കാണിച്ച BRC പ്രവർത്തകരെ എല്ലാവരെയും, ഗോകുലാത്സവ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ചക്കുളത്തുകാവ് മുഖ്യ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, രാജി അന്തർജനം എന്നിവർ ചേർന്ന് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ അധ്യക്ഷയായി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തലവടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, BPC G. ഗോപലാൽ, PTA പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി TS മനോജ്, BRC ട്രെയിനർ ഷിഹാബ് നൈന, S. ബിൻസി, മായാലക്ഷ്മിയമ്മ എന്നിവർ സംസാരിച്ചു. കേരള ആരോഗ്യ സർവകലാശാല സൗത്ത് സോൺ കലോത്സവം ഈ മാസം 27 മുതൽ 30 വരെ ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ നടത്തും. കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. TD മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും വിൻ ചെയ്യാനും കഴിയുന്ന ഒരു ടീം സെറ്റിംഗ് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ക്യാമ്പസിൽ വരും. അപ്പോൾ അതിന് കുറച്ച് പൈസ എന്തായാലും നിങ്ങൾക്ക് ഒരുങ്ങുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ഷെയർ ഇതിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടി നിങ്ങൾ ആലോചിക്കാൻ കഴിയണം. അതിൽ കോളേജ് യൂണിയൻ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ആ സെപ്പറേറ്റായ കോളേജ് യൂണിയനുകളൊന്ന് പൊതുവായെടുക്കുന്ന ധാരണ അനുസരിച്ച് നിങ്ങൾ കൂടി ഒന്ന് ആലോചിച്ച് എങ്ങനെ നമുക്കത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി ആലോചിക്കാൻ കഴിയണം. നടത്തിപ്പ് കഴിയുമ്പോൾ നമുക്കൊരു സാമ്പത്തികമായ ബാധ്യതയും മറ്റൊന്നും വരാതിരിക്കണം. അപ്പം അതൊരു പ്രധാന കാര്യമാണ്. അപ്പം അത് പിന്നീട് നമ്മൾ നടത്തിയതിന് ശേഷം ഉണ്ടാകുന്നൊരു പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടാവുന്ന തരത്തിലേക്ക് വരാതിരിക്കാൻ കഴിയണം. യോഗത്തിൽ സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ആഷിഖ് അധ്യക്ഷനായി. നഴ്സിംഗ് കോളേജ് ചെയർപേഴ്സൺ ആഷിദ, ദന്തൽ കോളേജ് ചെയർമാൻ അൻവാസ്, യൂണിയൻ കൗൺസിലർ സാൻ മരിയ, M. ലുലു, ശിവപ്രസാദ്, ജെഫിൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി R. രാഹുലിനെയും ജനറൽ കൺവീനറായി M. ശിവപ്രസാദിനെയും തിരഞ്ഞെടുത്തു. H. സലാം MLA ആണ് രക്ഷാധികാരി. അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് ചമ്പക്കുളം സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരവ് നൽകി. രവീന്ദ്രനാഥ ടാഗോർ പീസ് ഓർഗനൈസേഷന്റെ 2024 ഗുരുരത്ന പുരസ്കാരം കരസ്ഥമാക്കിയ സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകർക്കാണ് ആദരവ് നൽകിയത്.
പൊന്നാട അണിയിച്ച് ബഹുമാനപ്പെട്ട ഹൃദയമാണെന്ന് അച്ഛൻ ആദരിക്കുന്നു. അച്ഛൻ നൽകുകയാണ്. ഗുരുരത്ന അവാർഡ് നേടിയ സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകരായ ചാക്കോച്ചൻ ജെ മെതിക്കളം, ഫിലിപ്പോസ് തത്തമ്പള്ളി എന്നിവരെയാണ് ആദരിച്ചത്. വെള്ളിയാഴ്ച സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി നെടുമുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വർഗീസ് വെല്ലിയാക്കൽ ഉദ്ഘാടനം ചെയ്തു. ഈശ്വരൻ നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം, നമ്മുടെ അധ്യാപകരോടൊപ്പം, മറ്റ് നമ്മുടെ ബന്ധുക്കളോടൊപ്പം തന്നെയും നമ്മുടെ സഹപാഠികളോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ വർഷത്തെ 2024 ഓണം ആഘോഷിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അതിനൊക്കെയും നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ കാലത്തിന്റെ മാറ്റം കൊണ്ട്, കാലത്തിന്റെ പ്രത്യേകതയിലെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ, ജീവഹാനിയും സ്വത്ത് നഷ്ടവും അതുപോലെ തന്നെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2018 ജലപ്രളയം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും. ഈ പ്രദേശത്തെങ്ങും ആരുമില്ലായിരുന്ന ഒരു കാലഘട്ടം. ഒന്നിച്ചുറങ്ങുവാനും ഒന്നിച്ച് ഭക്ഷിക്കുവാനും ഒരു വായിൽ ഉറങ്ങുവാനും ഒക്കെ തന്നെ സമയം കണ്ടെത്തിയ ഒരു കാലമായിരുന്നു. ഒരു ദിവസങ്ങളിലെ കുറെ ദിവസങ്ങളായിരുന്നു അത്. സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഗ്രിഗറി ഓണംകുളം അധ്യക്ഷനായി. നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗം സോഫിയാമ്മ മാത്യു, മങ്കൊമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൽ അനുപമ, ഹെഡ്മാസ്റ്റർ പ്രകാശ് ജെ തോമസ്, അധ്യാപക പ്രതിനിധി ജോസുകുട്ടി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. അവാർഡ് ജേതാക്കളായ അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. JLG ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ കടപ്ര പഞ്ചായത്ത് 7ാം വാർഡിൽ നടത്തിയ ബന്ദിപ്പൂ കൃഷി വൻ വിജയം. ചക്കാലമലയിൽ തമ്പി ജോസി ദമ്പതികൾ നടത്തിയ ബന്ദിപ്പൂ കൃഷിയാണ് കയ്യടി നേടുന്നത്. തമ്പിയുടെ സ്വന്തം പുരയിടത്തിൽ ഹരിതശ്രീ JLG ഗ്രൂപ്പിന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെയാണ് കൃഷി നടത്തിയത്. കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നും JLG ഗ്രൂപ്പാണ് തൈകൾ എത്തിച്ചു നൽകിയത്. ജൂലൈ മാസം തൈകൾ നട്ടു. തുടർന്ന് വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളുടെയും ഹരിതശ്രീ JLG ഗ്രൂപ്പ് അംഗങ്ങളുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോയത്. ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായം ലഭിക്കുകയാണെങ്കിൽ തുടർ വർഷങ്ങളിലും കൂടുതൽ കൃഷിയുമായി മുന്നോട്ട് പോകുമെന്ന് ഉടമ തമ്പി പറയുന്നു. ഞാൻ ജൂലൈ 27-ാം തീയതിയാണ് ഞാൻ പുതിയതായിട്ട് ഈ ബന്ദി കൃഷി ആരംഭിച്ചത്. കടപ്ര പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ അവരുടെ നിർദ്ദേശപ്രകാരം ആണ് ഇത് ചെയ്തത്. പൂവൊക്കെ വിരിഞ്ഞ് എല്ലാം വന്ന് അവരുടെ എല്ലാം നിർദ്ദേശത്തോടു കൂടിയായിരുന്നു ഞാനിത് ചെയ്തിരുന്നത്. ഇനിയും അടുത്ത ഇതിൽ നല്ല രീതിയിൽ ചെയ്യാനുള്ള ആഗ്രഹിക്കുന്നു. വൈസ് പ്രസിഡന്റ് മിനി ജോസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശിവദാസ് യു പണിക്കർ, JLG ബ്ലോക്ക് കോർഡിനേറ്റർ മഞ്ജു, ക്ലസ്റ്റർ ലെവൽ കോർഡിനേറ്റർ സിനി ജോൺസൺ, കുടുംബശ്രീ ചെയർപേഴ്സൺ വത്സല ഗോപാലകൃഷ്ണൻ, വൈസ് ചെയർപേഴ്സൺ ഇന്ദിര സുരേന്ദ്രൻ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പൂക്കളുടെ ഉൽപാദനം കൂടിയപ്പോൾ അർദ്ധരാത്രിയിലും പൂക്കച്ചവടവുമായി കർഷകർ. ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ കർഷകരാണ് രാത്രികാല പൂക്കച്ചവടം തുടങ്ങിയത്. ഈ ഓണക്കാലത്ത് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മാത്രമല്ല പൂന്തോട്ടത്തിലും മിഡ്നൈറ്റ് സെയിൽ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് പൂക്കർഷകർ. പൂ ഉൽപാദനത്തിൽ വലിയ വർധനവുണ്ടായ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലാണ് അർദ്ധരാത്രിയിലും കർഷകർ പൂക്കച്ചവടം നടത്തുന്നത്. കഞ്ഞിക്കുഴിയിലെ പൂക്കർഷകൻ സുനിലിന്റെ പൂന്തോട്ടത്തിൽ തുടങ്ങിയ പൂക്കളുടെ രാത്രികാല വിൽപ്പന ആലപ്പുഴ ജില്ലാ നിയമസഹായ കേന്ദ്രം സെക്രട്ടറി പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കഞ്ഞിക്കുഴിയിൽ വന്ന് ഈ തോട്ടം കണ്ടപ്പോഴത്തേക്കാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാകുന്നത്. ഏകദേശം ഒരു ഏക്കറിന് മുകളിൽ പൂക്കൾ മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ഓണം വിപണി അത്തപ്പൂക്കളം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ രീതിയിൽ മലയാളികൾ ആശ്രയിക്കുന്നത് കർണാടകം, തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങളെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്, വിഭിന്നമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പരിപാലിച്ച് വളർത്തിയ പൂച്ചെടികൾ, അതിൽ നിന്നുള്ള പൂക്കൾ ഉപയോഗിച്ച് ഒരു അത്തപ്പൂക്കളം ഇടാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അതിന് മുൻകൈയെടുത്ത ഇവിടുത്തെ കർഷകരായിട്ടുള്ള സുനിലിനും
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, പൂകർഷകരായ ജ്യോതിഷ് കഞ്ഞിക്കുഴി, അനിലാൽ തുടങ്ങിയവരും പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.